ഒരവസാനവട്ട കളിക്ക് ഒരു അടിയന്തര നീക്കം നടത്തുകയാണ് മാങ്കൂട്ടം. കോടതി തുറക്കാനും തന്റെ ജാമ്യാപേക്ഷയിൽ ഒരു അന്തിമ തീരുമാനം വരാനും ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന നിലയ്ക്ക് എല്ലാ കരുക്കളും ബാംഗ്ലൂരിലെ തന്റെ ഒളി സങ്കേതത്തിലിരുന്ന് നീക്കുകയാണ് അദ്ദേഹം. കേരളത്തിൽ ഇന്ന് പൊടിപാറുന്ന കൊട്ടിക്കലാശം നടക്കുന്നതിനിടയിൽ മാങ്കൂട്ടം എവിടെ എന്ന ചോദ്യം തീർത്തും അപ്രസക്തവുമാണ്. എന്നാൽ കോൺഗ്രസ് എന്ന പാർട്ടി തല ഉയർത്തി തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മാങ്കൂട്ടത്തിനും അറിയാം. എന്നാൽ അതേസമയം ഇതേ മാങ്കൂട്ടത്തെ കണ്ടുകിട്ടാത്തതിന്റെ പരാജയം സംബന്ധിച്ച് പോലീസ് ബംഗളൂരുവിൽ നിന്ന് മടങ്ങുകയാണ് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. മാത്രവുമല്ല, വോട്ടെടുപ്പിന്റെ അന്നേ ദിവസം വോട്ട് ചെയ്യാനായി മാങ്കൂട്ടം എത്തുമോ എന്ന തരത്തില് പല ചോദ്യങ്ങളും ഉയരുന്നുമുണ്ട്. നാളത്തെ കോടതി മുറിയിൽ എന്ത് നടക്കുന്നു എന്നതനുസരിച്ചായിരിക്കും മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഒരു അവസാന തീർപ്പുണ്ടാവുക. പക്ഷെ ഇത്തരത്തിൽ ഈ കേസ് നീട്ടി കൊണ്ടുപോകുന്നതിന് കാരണവും തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം രഹസ്യ പ്രചാരണങ്ങൾ നടക്കുന്നതിനിടയിൽ മാങ്കൂട്ടത്തിനെ പൂട്ടുക എന്നതാണ് CPMന്റെ ഉദ്ദേശം. പക്ഷേ അത് കോൺഗ്രസ് എന്നൊരു മഹാപ്രസ്ഥാനത്തെ ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാനാണ് എങ്കിൽ അതൊരു കാരണവശാലും നടപ്പിലാകാൻ പോകുന്നില്ല എന്നാണ് സകല നേതാക്കളും പറയുന്നത്. അതിനൊരു കാരണം ഗർഭചിത്രം അടക്കമുള്ള കേസിൽ ഏറെ കോളിളക്കം സൃഷ്ടിക്കാൻ മാധ്യമങ്ങളെ കൊണ്ടായി എന്നതൊഴിച്ചാൽ ആ കേസ് നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ജാമ്യം കിട്ടിയതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് രണ്ടാമത്തെ കേസ് കൂടി കൊടുപ്പിച്ച് അതുവഴി കോടതിയിലേക്ക് നീങ്ങാനുള്ള തന്ത്രങ്ങൾ SIT നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നാളത്തെ കേസ് 23 വയസ്സുകാരിയുടേതാണ്. പരാതി നൽകിയ സ്ഥിതിക്ക് ആ മൊഴി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് SIT നാളെ കോടതി കയറാനിരിക്കുകയാണ്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം ചില അവസാനഘട്ട കരുക്കൾ നീക്കുന്നത്. ഇന്നിപ്പോൾ വരുന്ന പുതിയ വാർത്തകൾ അനുസരിച്ച് നാളെ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ഉണ്ടാവില്ല എന്നാണ്. ഒരുപക്ഷേ മതിയായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വേണം കരുതാൻ. എന്നാൽ അവിടെ തന്നെ മാങ്കൂട്ടം വിഷയം മാത്രം കടിച്ചു തൂങ്ങിക്കൊണ്ട് CPM എന്ന പാർട്ടിക്ക് യാതൊരു നിലനിൽപ്പും ഇല്ല എന്നാണ് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. ഗോവിന്ദൻ മാഷ് അടക്കമുള്ളവർ VD സതീശനും ചെന്നിത്തലയും നൽകുന്ന കനപ്പെട്ട മറുപടിയിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ ഞങ്ങൾ ശുദ്ധരാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ഇറങ്ങിയവർക്ക് മുമ്പിലേക്കാണ് ഈ ശുദ്ധന്മാർ ദുഷ്ടന്മാരാണ് എന്ന് തെളിയിക്കുന്ന ചില തെളിവുകളും അദ്ദേഹം നിരത്തുന്നത്. ഇതെല്ലാം തന്നെ CPMന്റെ പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.